ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്ത് ഫീലാണ് ഉണ്ടായിരിക്കുക. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഞാൻ വിളിക്കാതിരുന്ന, മെസ്സേജ് അയക്കാതിരുന്ന അവള് പോവല്ലേ ചെയ്യുക, എന്നെ മറക്കല്ലേ ചെയ്യുക, ഞാൻ അവളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ പൂർണ്ണമായിട്ടും തെറ്റുകയല്ലേ ചെയ്യുക, റെഡി ആവത്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആ ഒരു റിയൽ ഫീൽ എന്താണ് എന്നറിയാനുള്ള ചില ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളൊരു പ്രണയത്തിലായിരുന്നു, ട്രൂ ലവ് ആയിരുന്നു, എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന്റെ പേരിൽ പിണങ്ങി. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ് കേട്ടോ, ഒരു 30 days നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നില്ല. അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കും, അവനെന്താ വിളിക്കാത്തത്, അവളെന്താ വിളിക്കാത്തത്, അവൾക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ അവൻ എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ലേ, അല്ലെ? ഇങ്ങനെയൊക്കെ മൈൻഡിലൂടെ ഇങ്ങനെ തോട്ട്സുകൾ പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അവൾക്ക് എങ്ങനെ എന്നെ വിളിക്കാതിരിക്കാൻ പറ്റുന്നത്, അവള് ഭയങ്കര സ്ട്രോങ് ആണല്ലോ, അല്ലെങ്കിൽ അവൻ ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അവർ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരിക്കും. കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെയിലി മെസ്സേജ് അയക്കുക, ഡെയിലി ചാറ്റ് ചെയ്യുക, അതൊന്നും ഇല്ലാതെ പറ്റില്ലായിരുന്നു. പക്ഷെ ബ്രേക്കപ്പ് ആയതിനു ശേഷം നോ കോണ്ടാക്ട് റൂള് നിങ്ങൾ അപ്ലൈ ചെയ്തതാണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അറിയില്ല. എങ്ങനെ ഇവനിത് പറ്റുന്നു എന്നുള്ള രീതിയിൽ വളരെയധികം സർപ്രൈസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു, ഓരോ അച്ചീവ്മെന്റ്സ് സ്റ്റാറ്റസ് ഇടുന്നു. ഇങ്ങനെ കൂടി ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി തളരുകയാണ്. കാരണം എന്താ, ഇവന്റെ മൈൻഡ് ഭയങ്കര സംഭവമാണല്ലോ, ഇവന് ഇങ്ങനെ ഇതൊക്കെ പറ്റുന്നത്, ഇവൻ എന്നോട് ട്രൂ ലവ് ആയിരുന്നില്ലേ, ഞാൻ പറ്റിക്കപ്പെട്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്താ തീരെ ഒന്നിനും പറ്റുന്നില്ലല്ലോ, എന്നെ അവന് ഇഷ്ടപ്പെട്ടിട്ടില്ലേ, ഞാൻ അത്രത്തോളം ഭംഗിയില്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ എന്റെ സ്വഭാവം അവന് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കോ, എന്നാ ബ്രേക്കപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതായിരിക്കോ, ഇങ്ങനെ പല രീതിയിലും ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. സോ ഒന്നാമത്തെ ദിവസം ചെറിയ രീതിയിൽ മിസ്സിങ് വന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം അതൊന്നുകൂടി സ്ട്രോങ് ആവും. മൂന്നാമത്തെ ദിവസം ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങും. മെസ്സേജ് റിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് അവരാണോ എന്ന് നോക്കാൻ വേണ്ടി പെട്ടെന്ന് പോയി എടുക്കും. അല്ല, വീണ്ടും നിരാശപ്പെട്ടു. ഒരു 5 days 7 days ഒക്കെ ആകുമ്പോഴേക്കും തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരിക്കും. കാരണം തിങ്കിങ് പാറ്റേൺ കൂടുകയാണ്. കാരണം ആബ്സെൻസ് ഒരാളെ വളരെയധികം ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സ്ഥിരമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഡെയിലി മീറ്റ് ചെയ്തിരുന്നു, ഡെയിലി ചാറ്റ് ചെയ്തിരുന്നു, ഡെയിലി മെസ്സേജ് അയച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആബ്സെൻസ് ഉണ്ടാവുന്ന സമയത്ത് പിന്നീട് സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 5 ദിവസം 7 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ദേഷ്യം വരാൻ തുടങ്ങും. ആരോട്? നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും ആവില്ല നമ്മളെ ശ്രദ്ധ. അവരിങ്ങനെ കാര്യമായിട്ട് പറയുന്നുണ്ടാവും, നമ്മൾ നോക്കുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ചിന്ത എന്തായിരിക്കും? അയ്യോ, അവനെന്താ വിളിക്കാതെ, വിളിച്ചില്ലല്ലോ, ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോ തിങ്കിങ് വീണ്ടും ഓവർ തിങ്കിങ് ചെയ്ത്, അത് ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ നൈറ്റ് ആയിരിക്കും ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടായിരിക്കും. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ദേഷ്യം വരാൻ തുടങ്ങും. ഒരാഴ്ചക്ക് ശേഷം പലരോടും ദേഷ്യപ്പെടും. ഈ ദേഷ്യം വരുന്നത് എന്തിനാണ് എന്ന് പോലും അറിയില്ല. അത് കൊളീഗ്സിനോട് ദേഷ്യപ്പെടാം, ഫാമിലി മെമ്പേഴ്സിനോട് ദേഷ്യപ്പെടാം, സുഹൃത്തുക്കളോട് ദേഷ്യപ്പെടാം, ചുറ്റും കാണുന്നതിനോടൊക്കെ വെറുപ്പ്, ദേഷ്യം, അങ്ങനെ ആ ഒരു അവസ്ഥയിലോട്ട് പോകും. ഇനി ഒരാഴ്ചക്ക് കഴിഞ്ഞു, 2ാമത്തെ ആഴ്ചയാകുമ്പോഴേക്കും ഒരു ഡിപ്രഷൻ ഫീലിലോട്ട് വരും. 2 ആഴ്ചയായി അവൻ എന്നെ വിളിച്ചിട്ട്, 14 ദിവസമായി അവൾ എന്നെ വിളിച്ചിട്ട്, എങ്ങനെ സാധിക്കുന്നതാ, അവള് ഭയങ്കര ഹാപ്പി ആണല്ലോ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ടാവും. ഭയങ്കര ഒരു ഡിപ്രഷൻ മൂഡിലോട്ട് പോകും. ഞാൻ ഇത്രയും വിലയില്ലാത്ത ഒരാളാണോ, എന്നെ അവനക്ക് എന്താ വേണ്ടാത്തത്, അവൾക്ക് എന്താ വേണ്ടാത്തത്. പിന്നീട് ഒരു ആഫ്റ്റർ 2 weeks ശേഷം ഒരു ചേസിങ് മെന്റാലിറ്റി വളരെയധികം വരും. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ വേണം, സോറി പറയണം, അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും പാച്ചപ്പ് ആക്കണം, ഒന്ന് മെസ്സേജ് അയച്ചു നോക്കിയാലോ, ഒന്ന് വിളിച്ചു നോക്കിയാലോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് അന്വേഷിച്ചാലോ എന്നൊക്കെയുള്ള ഒരു രീതിയിലോട്ട് വരും. അപ്പൊ ആങ്കർ പോയി വീണ്ടും ഡിപ്രഷനിലോട്ട് പോവാണ്. നിങ്ങളൊരു 3 ആഴ്ചയൊക്കെ നോ കോണ്ടാക്ട് കീപ്പ് ചെയ്യുമ്പോഴേക്കും അവർക്ക് പറ്റാത്തൊരവസ്ഥയാവും. ഫീലിംഗ് എലോൺ ആയിട്ട് മാറും.
കാരണം ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ അവരൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും. ഫീലിംഗ് അലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളുണ്ട്, കൊളീഗ്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഇവരുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളില്ലാത്തത് കൊണ്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഇമോഷണൽ സപ്പോർട്ടും എവിടെ നിന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു ഫീലിംഗ്. എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ടാവാം, വിളിക്കുന്നുണ്ടാവാം, പക്ഷെ അവൻ അയക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അവൾ അയക്കുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം അത് ചിലപ്പോൾ ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഇമോഷണൽ സപ്പോർട്ടിന് എനിക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ആ ഫീലിംഗ് അലോൺ വരും. ആ ഫീലിംഗ് അലോൺ വരുന്ന സമയത്ത് കൂടുതൽ ചേസ് ചെയ്യുക. ആ ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്പുറത്ത് വളരെ ഹാപ്പി ആണെന്ന് വിചാരിക്കുക, വളരെ ജോയ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇടുന്നു. അപ്പൊ നിങ്ങൾ ഹാപ്പി ആണെന്ന് അറിയുക കൂടി ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നേട്ടങ്ങൾ നേടി, അല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നടക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ചേസിങ് കൂടും. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സ്വന്തമാക്കണം എന്നുള്ള രീതിയിൽ ചേസിങ് കൂടി, ചലഞ്ചിങ് കൂടി, നിങ്ങൾ എങ്ങോട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും വീണ്ടും മീറ്റ് ചെയ്യാനും പഴയ രൂപത്തിൽ ആ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ചെയ്യാനും അവർ കൂടുതൽ ഇനീഷ്യേഷൻ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആബ്സെൻസ്, ട്രൂ ലവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആബ്സെൻസ് വളരെയധികം ഗുണം ചെയ്യും, അത് പാച്ചപ്പ് ആക്കാൻ വേണ്ടി. അല്ലാതെ അതിന് പകരം വിളിക്കുക, മെസ്സേജ് അയക്കുക, ചാറ്റ് ചെയ്യുക, ദേഷ്യപ്പെടുക, പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ശരിയാക്കാം എന്നുള്ള രീതിയിലൊക്കെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഫെയിലിയർ ആയിരിക്കും സംഭവിക്കുക. സോ അതുകൊണ്ട് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. നോ കോണ്ടാക്ട് റൂൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചാനലിൽ പോയിട്ട് നിങ്ങൾ കാണുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് ആണ്. ഈ ഫീലിങ്സ് ഒക്കെ ചില ആളുകൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത്, വിളിക്കാതിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞ അവസ്ഥയിലൂടെ, എല്ലാ അവസ്ഥയല്ല ഞാൻ പറയുന്ന, ചില അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ കറക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ താഴെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. പിന്നെ ഇതുപോലെ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ എങ്ങനെയാ സാധിക്കുക? നിങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം ഒരു മേഖല ചൂസ് ചെയ്യുകയും അതിൽ ആളുകൾക്ക് ഒരുപാട് അഡ്വൈസ് ആവശ്യമാണെന്ന് തോന്നുകയും ചെയ്തത് കൊണ്ടാണ് അവർക്കിത് കൊടുക്കുന്നത്. കാരണം നമ്മൾ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കരിയറിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടായിരിക്കും. നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, അത് ഒരു സുഹൃത്തായിട്ടെങ്കിലും വേണം. അതുമില്ല എന്നുണ്ടെങ്കിൽ വളരെ ഡേഞ്ചർ തന്നെയാണ്. സോ അത്തരത്തിൽ ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത്തരം ആളുകളിലോട്ട് ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർ വീഡിയോസ് കാണട്ടെ, സൊല്യൂഷൻസ് അപ്ലൈ ചെയ്യട്ടെ, അവരുടെ ജീവിതത്തിൽ മാറട്ടെ. അപ്പോൾ ഒരു ഷെയർ കൊണ്ട് അവർക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ തന്നെയായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം, മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആക്കാൻ എന്നുള്ള ടിപ്സുകളും ടെക്നിക്കുകളും ഒക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ജീവിതത്തിൽ വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഏരിയ കൊണ്ടുപോവുക. അവിടെ ഹാപ്പി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലും ജോലി സ്ഥലത്തും മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റത്തിലും ഒക്കെ വളരെ ഹാപ്പി ആയിരിക്കും. പീസ്ഫുൾ ആയിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, അല്ലെ? ഇന്ന് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ധാരാളം ഉണ്ടായിരിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ വിഷമിക്കുന്നത് താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും സ്നേഹം ലഭിക്കാത്തതിന്റെ പേരിലാണ് എന്ന് നിങ്ങൾക്ക് അറിയുമോ? അറിയില്ലെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ ആഗ്രഹിക്കാത്തവരിൽ നിന്ന് കിട്ടിയത് കൊണ്ട് നമ്മൾ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആവത്തില്ല. സോ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീഡാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്.
അത് നമുക്ക് എല്ലാവർക്കും വേണം. എങ്കിലേ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പലരും പറയും എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവര് എപ്പോഴെങ്കിലും ഒക്കെ ഇരുന്ന് ചിന്തിക്കും, ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണോ എൻ്റെ ലൈഫിൽ? അല്ല എന്ന് അവർക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ലവ് മാസ്റ്ററി, റിലേഷൻഷിപ്പ് മാസ്റ്ററി, പവർ യോഗി തുടങ്ങിയ 3 റിലേഷൻഷിപ്പ് കോഴ്സുകൾ നമുക്കുണ്ട്. ആ കോഴ്സുകൾ എടുത്ത് പഠിക്കുക, അപ്ലൈ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക, എല്ലാ മേഖലയിലും കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാ ഏരിയാസിലും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് നിന്ന് അഡ്വൈസ് നേടണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. പുസ്തകങ്ങളുണ്ട്, ദ സീക്രട്ട്, ഉപബോധ മനസ്സിന്റെ ശക്തി എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള ബുക്കുകളാണ്. അതൊക്കെ വായിക്കുക. ആ പുസ്തകത്തിന്റെ PDF അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് അയച്ചു തരാം. വായിക്കുക, കൂടുതൽ അറിയുക. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നമ്മുടെ തോട്ടാണ് പ്രശ്നം. ആ തോട്ടിനെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ പുലിയാണ്. നമുക്ക് ജീവിതത്തിൽ എല്ലാം നേടാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു. നമസ്തേ.